ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ഇതില് വിക്രവും വേദയും തിരികെ വീട്ടിലെത്താണ്. അവര് നാട്ടിലെത്തുന്ന സമയത്ത് നേരെ വിക്രമിന്റെ ബൈക്ക് എടുക്കാനായി ആ ഗുണ്ടകള് വേദയെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്ന ആ വീട്ടിലേക്കാ ചെല്ലുന്നത്. അങ്ങനെ പോവാൻ നേരത്തെ വേദ വേറെന്തോ ഒരു ആവശ്യത്തിനായിട്ട് അകത്തേക്ക് കയറി പോവാണ്. വിക്രം വേണ്ടെന്ന് പറഞ്ഞ് തടയുന്നുണ്ടെങ്കിലും വേദ കൈ തട്ടി മാറ്റി വിക്രമിന്റെ കൈയും പിടിച്ചുകൊണ്ടാ അകത്തേക്ക് കയറി പോകുന്നത്. അവിടെ എന്തിനു പോകുന്നു എന്നൊന്നും ഇപ്പൊ അറിയില്ല കേട്ടോ. എന്തായാലും വിക്രവും വേദയും കാട്ടിലുള്ളപ്പോ ഉണ്ടായിരുന്ന ഓരോ ദിവസവും വേദയ്ക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു. വേദയുടെ മനസ്സ് നിറയെ അത് മാത്രമാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇവര് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അമ്മ ഇത് കണ്ട് ഇറങ്ങി വരികയാണേ. ശ്രീജടത്തിയും പിന്നാലെ വരുന്നുണ്ട്. ശ്രീജ വേദേ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലാൻ നേരത്തെ കമല കൈ പിടിച്ചു വെക്കുകയാണേ. ഇങ്ങനെ ഒരു പെരുമാറ്റം അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോ അത് വേദയും വിക്രവും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അങ്ങനെ അവരെ വീട്ടിനകത്ത് കയറ്റുന്നില്ല. അപ്പോഴേക്കും നന്ദിനിയും വിനയനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ശേഷം സംഭവിച്ചത് എന്താന്ന് നന്ദിനി തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. വാസവൻ MLA ആൾക്കാര് അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയതും കറണ്ട് ഓഫ് ആയതും അതിന്റെ പിന്നാലെ വീട് ജപ്തി ചെയ്യാൻ പോവാണെന്നുള്ള വിവരം അറിഞ്ഞതല്ല. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കണേ വിക്രവും വേദയും. അവരിവിടെ വന്നിരുന്നോ? നിങ്ങളെ രണ്ടുപേരെയും കിട്ടിയിട്ടില്ലെങ്കിലേ ഈ വീട്ടിലുള്ള എല്ലാവരെയും തീയിട്ട് കത്തിക്കുന്നും പറഞ്ഞു. ഇതോടെ കേൾക്കുമ്പോ വിക്രമിന്റെ ദേഷ്യം ഇരട്ടിയാവണേ. വിക്രം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോവാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ വേദ വീടിനകത്തേക്ക് കയറാൻ നിൽക്കുമ്പോ നന്ദിനി അത് തടയുന്നൊക്കെ ഉണ്ട്. എങ്കിലും വേദ വീടിനകത്ത് കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വേദ വീടിന്റെ അകത്തിരിക്കുമ്പോ വേദയുടെ മനസാക്ഷി വേദയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. വിക്രം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ പോവാൻ തുടങ്ങണേ, നീ അത് തടയണം എന്നുള്ള രീതിയിലൊക്കെയാണ് മനസാക്ഷി സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വേദയുടെ അമ്മ വന്നിട്ട് ക്ഷേത്രത്തിൽ പോയ കമലയുടെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് വിക്രമിന്റെ അടുത്തുനിന്ന് വേദയെ അകറ്റണം എന്ന് പറയാം. ഇത് കേൾക്കുമ്പോ ആദ്യ അമ്മയ്ക്ക് സങ്കടാവാണ്. എങ്കിലും ഈ അമ്മ കരഞ്ഞു പറയുമ്പോ തന്റെ മകൾക്ക് വേണ്ടി വേദ വിക്രമിന്റെ കൂടെ ജീവിച്ചാൽ വേദയുടെ ജീവനും ആപത്താണ്, അത് സഹിക്കാൻ പറ്റില്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഇത് കേട്ട് സങ്കടത്തോടു കൂടെ വീട്ടിലേക്ക് ചെല്ലുന്ന കമല അത് ശരിയാണെന്ന് മനസ്സിലാക്കണേ. എന്നിട്ട് വേദ ഈ വീട്ടിൽ നിന്ന് പോണം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും. ഈ സമയത്തായിരിക്കും രാധയും അങ്ങോട്ട് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ രാധ ഞെട്ടുന്നുണ്ടെങ്കിലും രാധയ്ക്ക് ഇതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം വേദ പോയാലല്ലേ രാധയ്ക്ക് വിക്രമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റൂ. വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കണേ. ഈ സമയം വേദ വിക്രമിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, വിക്രം പറ, ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ആ നിമിഷം വേദ ഇവിടുന്ന് സ്ഥലം വിടും. വിക്രം എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണേ. വിക്രമിന്റെ മനസ്സിലേക്ക് കാട്ടിലുണ്ടായിരുന്ന ഓരോരോ നിമിഷങ്ങളും ഓർമ്മയിലേക്ക് വരും. വേദ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും വേദയെ കെയർ ചെയ്തതും അങ്ങനെ അവര് തമ്മില് അവിടെ നല്ല ഹാപ്പി ആയിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുക. വിക്രം വേദ തന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുമെന്ന് അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിനും കമല ഇടപെടാനാണ് സാധ്യത. ഇവൾ ഈ വീട് വിട്ടു പോയില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങും. നിനക്ക് അമ്മയെ വേണ്ടെങ്കിൽ നിനക്ക് ഇവളുടെ കൂടെ കഴിയാം. അതില് വിക്രം അങ്ങ് ഷോക്കാവും. വിക്രം അമ്മയെന്ന് വിളിക്കുമ്പോ കമല പറയും, നിനക്ക് അമ്മയെ വേണമെങ്കിൽ നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ വേദ, ഇനി നിന്റെ ഭാര്യയായിട്ട് ഇവിടെ ഉണ്ടാവില്ലെന്ന്, അവളെ നീ ഭാര്യയായിട്ട് കാണില്ലെന്ന്, ഇല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങും എന്നുള്ളത് കാര്യത്തില് അമ്മ വാശി പിടിച്ച് നിൽക്കുമ്പോ വിക്രമിന് വേറെ വഴിയില്ല. വിക്രം കമലയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ആ സമയം മാഷ് വരാനാണ് സാധ്യത. അപ്പൊ പിന്നെ വിക്രമിന് വേദയെ അവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. മാഷ് അതിനനുവദിക്കില്ല. മാഷിനെ അറിയാലോ വേദയ്ക്കിപ്പോ മാഷിന്റെ മകനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മാഷ് വേദയുടെ കൂടെ നിൽക്കുള്ളൂ. വേദയെ അവിടുന്ന് പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇത്രയും കാലം വേദയോട് അവിടുന്ന് പോവാനായി മാഷ് പറയുമ്പോൾ കമല അവിടെ പിടിച്ചു വെക്കുക ചെയ്തത്. ഇനിയിപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആവാൻ പോവാണ്. അപ്പം ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്